Good morning, dear students. Welcome back to another class of Project Management and Software Engineering. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ തേർഡ് യൂണിറ്റിലെ ഇംപ്ലിമെന്റേഷൻ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഫേസ് ടെസ്റ്റിംഗ് ആണ്. അതായത് കോഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റി ആണ് ടെസ്റ്റിംഗ്. മൊഡ്യൂൾ 2 ഇംപ്ലിമെന്റേഷനും ടെസ്റ്റിംഗും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ടെസ്റ്റിംഗ് എന്താ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ടെസ്റ്റിംഗ് കൺസെപ്റ്റ്സ് മാത്രമാണ്. ബേസിക് ആയിട്ട് ടെസ്റ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ടെസ്റ്റിംഗ്, എന്താണ് ടെസ്റ്റിംഗ്, എന്താ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കേട്ടൊരു വേർഡ് ആയിരിക്കും. അപ്പൊ എന്താണ് അത് ഒരു വേർഡ് മീൻ ചെയ്യുന്നുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇവാലുവേഷൻ ആണ്. നമ്മൾ ചെയ്ത പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ കോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മളുടെ എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിംഗ് ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു പ്രൊജക്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, ടെസ്റ്റിംഗ് നടത്തുന്നത്. But testing is the process of evaluating a system or its components, different components, with the intent of find whether it satisfy the specified requirements or not. നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂസർ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ടു എൻഷുർ ദ ക്വാളിറ്റി ഓർ റിലയബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ അതിന്റെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. Testing is executing a system in order to identify any gaps, errors or missing requirement in contrary to the actual requirement. Actual requirement ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും റിക്വയർമെന്റ്സ് മിസ് ആയിട്ടുണ്ടോ, ആ ഒരു പ്രൊജക്റ്റിനകത്ത് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഗ്യാപ്സ് വന്നിട്ടുണ്ടോ, അതായത് ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് എന്ത് ചെയ്ത് നോക്കണം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അതാണ് ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടിംഗ് എ സിസ്റ്റം. ആ സിസ്റ്റം റൺ ചെയ്ത് നോക്കുക, എല്ലാ ഏരിയയും റൺ ചെയ്ത് നോക്കുക. ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടിംഗ് എ സിസ്റ്റം ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ എനി ഗ്യാപ്സ്, എറേഴ്സ് ഓർ മിസ്സിംഗ് റിക്വയർമെന്റ്സ് ഇൻ കോൺട്രറി ടു ദ ആക്ച്വൽ റിക്വയർമെന്റ്സ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടെസ്റ്റിംഗ് എ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് സബ്ജക്റ്റിംഗ് ദ പ്രോഗ്രാം ടു എ ടെസ്റ്റ് സെറ്റ് ഓഫ് ടെസ്റ്റ് ഇൻപുട്സ്. അതിനാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. And observing if the program behaves as expected. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സം ടെസ്റ്റ് ഇൻപുട്ടുകൾ അതിന് കൊടുത്തു നോക്കുക, എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് അതിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് ടെസ്റ്റിംഗ് എ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് സബ്ജക്റ്റിംഗ് ദ പ്രോഗ്രാം ടു എ സെറ്റ് ഓഫ് ടെസ്റ്റ് ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു, അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക, അത് റൺ ചെയ്യുമ്പോൾ റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിൽ കൊടുക്കേണ്ട കുറച്ച് വാല്യൂസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എക്ക് ഇത്ര വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ നമ്പർ 1ന് ഈ വാല്യൂ കൊടുക്കാം, നമ്പർ 2ന് ഈ വാല്യൂ കൊടുക്കാം, എന്നിട്ട് റിസൾട്ട് ആയിട്ട് ഈ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കും. സപ്പോസ് നിങ്ങൾ നമ്പർ 1ന് 10 കൊടുക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ 10 എന്നുള്ള വാല്യൂ കൊടുത്തു, നമ്പർ 2ന് 20 കൊടുത്തു, അപ്പൊ റിസൾട്ട് ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്, 30 ആണ്. അപ്പൊ ആ 30 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ എന്താണ്, സക്സസ്ഫുൾ അല്ല, ഫെയിലിയർ ആണ്. അപ്പൊ അവിടെ നിങ്ങൾ വിചാരിച്ച ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്ന എപ്പോഴും സെറ്റ് ഓഫ് ഇൻപുട്ട് നമ്മൾ കൊടുത്തു നോക്കുക, എന്നിട്ട് നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ് ആക്ച്വലി എന്തിൽ ചെയ്യുന്നത്, ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ദ പ്രോസസ് സബ്ജക്റ്റിംഗ് ദ പ്രോഗ്രാം ടു എ സെറ്റ് ഓഫ് ടെസ്റ്റ് ഇൻപുട്സ്. ആ സെറ്റ് ഓഫ് ടെസ്റ്റ് ഞാൻ ഈ പറഞ്ഞ 10, 20 അതേപോലെ കിട്ടുന്ന റിസൾട്ട്, ഇതിനെയൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് കേസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ നോക്കുകയാണ് നമ്മൾ വിചാരിക്കും പോലൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ. അങ്ങനെ എല്ലാ റിക്വയർമെന്റ്സും പല കണ്ടീഷനിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഒരു 2 ഇന്റീജർ വാല്യൂ കൊടുത്ത് ടെസ്റ്റിംഗ് അവസാനിപ്പിക്കാൻ പാടുണ്ടോ, ഇല്ല. ഫ്ലോട്ടിംഗ് പോയിന്റ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നോ നോക്കണം. സ്ട്രിങ് കൊടുത്താൽ നോ സ്ട്രിങ് വാല്യൂ ആക്സെപ്റ്റഡ് എന്നൊരു മെസ്സേജ് വരണം, അപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആവുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഒരു പ്രോഗ്രാമിനെ ചെക്ക് ചെയ്ത് നോക്കണം.
ആ ഒരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒരു 40% കോർ ഏരിയ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പർ ആയിട്ട് അതിന്റെ എല്ലാ ഏരിയയിലും എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അതിന്റെ റിസൾട്ടിനെ തീരുമാനിക്കുന്നത്. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ഡിഫക്ട്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് അതിനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടെസ്റ്റിംഗിൽ നമ്മൾ അതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഒരുവിധം എന്ത് ചെയ്തിരിക്കണം, ഡിറ്റക്ട് ചെയ്തിരിക്കണം. ആ ഒരു രീതിയിലായിരിക്കണം ടെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെസ്റ്റിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ടെസ്റ്റിംഗ് കൺസെപ്റ്റ്സ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ അതിൽ മേജറായിട്ടും നിങ്ങൾ കേട്ടിരിക്കുന്ന ടേംസുകൾ തന്നെയാണ് ഇത്. എറർ, ഫോൾട്ട് ആൻഡ് ഫെയിലിയർ. ഈ എല്ലാ വേർഡും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് തമ്മിലൊരു ഡിഫറൻസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. വാട്ട് ഈസ് എൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Fault is the condition that causes the software to fail to perform its required function. അതിന്റെ ഒരു റിക്വയർഡ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ അത് ഫെയിൽ ആവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ട് എന്ന് പറയുന്നത്. വിചാരിച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. അതായത് നമുക്ക് 10ഉം 20ഉം കൊടുത്താൽ 30 കിട്ടണം, പക്ഷെ അത് കിട്ടുന്നില്ല. കിട്ടാതിരിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫോൾട്ടിന്റെ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് ഇത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഫോൾട്ട്, ഫെയിലിയർ ആൻഡ് എറർ എന്താണെന്നുള്ളത്. അപ്പൊ ഫോൾട്ട് ഈസ് എ കണ്ടീഷൻ ദാറ്റ് കോസസ് ദ സോഫ്റ്റ്വെയർ ടു ഫെയിൽ ടു പെർഫോം ഇറ്റ്സ് റിക്വയർഡ് ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു ഇത് ഫെയിൽ ആയി പോവുക. അതിന് എക്സാമ്പിൾ ആണ് സോഫ്റ്റ്വെയർ ബഗ്സ്, എന്തെങ്കിലും ബഗ്സ് ഉണ്ടാവുക എന്നുള്ളത്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവുക, റാൻഡം ഹാർഡ്വെയർ ഫോൾട്ട്, പെട്ടെന്ന് എന്തെങ്കിലും ഹാർഡ്വെയർ സ്റ്റക്ക് ആവുക, ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയും വരാം. മെമ്മറി ബിറ്റ് സ്റ്റക്ക്, മെമ്മറി ആക്സസിംഗിൽ സ്റ്റക്ക് വരിക, മെമ്മറി ബിറ്റ് സ്റ്റക്ക് ആവുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം, ഈ മെമ്മറി ബിറ്റ് സ്റ്റക്ക് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടൂല. അപ്പൊ ആ ഒരു മെമ്മറി ബിറ്റ് സ്റ്റക്ക് ആവുക എന്നുള്ള ആ ഒരു സാഹചര്യത്തിനെയാണ്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെഫർ ചെയ്യുന്നത്, ഫോൾട്ട് കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നി ഈ ഫോൾട്ടും എററും ഒന്നല്ലേ എന്നുള്ളത്. അതിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഞാൻ എറർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷനാണ്, അതായത് മെമ്മറി ബിറ്റ് സ്റ്റക്ക് ആവുക എന്നുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ട് എന്ന് പറയുന്നത്. എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ റിക്വയർഡ് ഔട്ട്പുട്ട്. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെയാണ് എറർ എന്ന് പറയുക. refers to the difference between actual output and expected output. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. അതായത് 10 കൊടുത്താൽ 30 കിട്ടണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് കിട്ടേണ്ട ഔട്ട്പുട്ട്. പക്ഷെ അഗെയിൻ 20 തന്നെയാണ് കിട്ടിയെങ്കിൽ അത് കറക്റ്റ് ആണോ? അല്ല. 20 ആണ് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ വ്യത്യാസം. പക്ഷെ കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ്, 30 ആണ്. അപ്പൊ അവിടെ ഡിഫറൻസ് വന്നില്ലേ, അതിനെയാണ് നമ്മൾ എറർ എന്ന് പറഞ്ഞ ടേം കൊണ്ട്. അപ്പൊ സ്ട്രിക്ട്ലി അത് എറർ ആണ്. ഓക്കെ, അപ്പൊ ആ എറർ വരാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ട് എന്ന് പറയുന്നത്. എന്തോ ഒരു ഫോൾട്ട് കൊണ്ടാണ് അവിടെ എന്ത് വന്നത്, എറർ വന്നത്. ഓക്കെ, ഫാൾട്ട് മേ ലീഡ് ടു എൻ എറർ. ദാറ്റ് ഈസ് എറർ ഈസ് എ മെക്കാനിസം ബൈ വിച്ച് ദ ഫോൾട്ട് ബിക്കംസ് അപ്പാരന്റ്. ഫോൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാരണം കൊണ്ടാണ് എന്ത് ഒക്യൂർ ചെയ്യുന്നത്, എറർ ഒക്യൂർ ചെയ്യുന്നത്. ആ വ്യത്യാസം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ശരിക്കും അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, എറർ നമുക്ക് തരുന്ന സാഹചര്യം എന്താണോ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെഫർ ചെയ്യുന്നത്, ഫോൾട്ട് എന്ന ടീം കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഫോൾട്ട് മൂലമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, എറർ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ സിസ്റ്റത്തിൽ കിട്ടേണ്ട ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. ആ കിട്ടേണ്ട ഔട്ട്പുട്ട് കിട്ടാതിരിക്കാൻ ഉണ്ടായ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെഫർ ചെയ്യുന്നത്, ഫോൾട്ട് എന്ന ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. എക്സാമ്പിൾ, മെമ്മറി ബിറ്റ് ഗോ ടു സ്റ്റക്ക് ഔട്ട്. മെമ്മറി ബിറ്റ് സ്റ്റക്ക് ഔട്ട് ആവുക എന്ന് പറയുന്നത് ഫോൾട്ട് ആണ്. ബട്ട് CPU ഡസ് നോട്ട് ആക്സസ് ദിസ് ഡാറ്റ, അതിനെയാണ് എന്ത് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റക്ക് ആവുന്ന സമയത്ത് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂല, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താവും, തെറ്റാവും. അപ്പൊ ഇറ്റ് ഈസ് നോൺ ആസ് എൻ എറർ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എററും ഫോൾട്ടും തമ്മിലായിട്ട്. അപ്പൊ ടെസ്റ്റിംഗിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഫോൾട്ട്, എറർ. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ മിസ്മാച്ച് വരാനുണ്ടാവുന്ന കണ്ടീഷൻ എന്താണോ അതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ വരുന്ന മിസ്മാച്ചിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫെയിലിയർ എന്താണ്? ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് അതിന്റെ റിക്വയർമെന്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. എപ്പോഴാണ് അത് എന്താവുന്നത്, ഫെയിലിയർ ആവുന്നത്. അപ്പൊ എപ്പോഴാണോ എറർ വരുന്നത് അപ്പൊ ആ സിസ്റ്റം എന്തായി, ഫെയിലിയർ ആയി. ഓക്കെ,
അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇറ്റ് ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് എ സിസ്റ്റം ഓർ കമ്പോണന്റ് ടു പെർഫോം റിക്വയർഡ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ഇസ് സ്പെസിഫിക്കേഷൻ. അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിന് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇൻഎബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഇല്ലാതിരിക്കുക. അപ്പൊ ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് എ സിസ്റ്റം ഓർ കമ്പോണന്റ് ടു പെർഫോം റിക്വയർഡ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ഇറ്റ്സ് സ്പെസിഫിക്കേഷൻ. അതിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫെയിലിയർ എന്ന് പറയും. സ്മോൾ എറർ ഒന്നും നമ്മൾ ഫെയിലിയർ എന്ന് പറയില്ല. കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നമ്മൾ അതിനെ ഏത് വാക്കുകൊണ്ട് റെഫർ ചെയ്യുന്നത്? ഫെയിലിയർ എന്ന വാക്കുകൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പൊ എറർ, ഫോൾട്ട്, ഫെയിലിയർ. അപ്പൊ ഇതെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ ടെസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ടെസ്റ്റ് കേസ്, ടെസ്റ്റ് സ്യൂട്ട് ആൻഡ് ടെസ്റ്റ് ഹാർനസ് എന്ന് പറയുന്നത്. 3 ടേംസ് ആണ്: ടെസ്റ്റ് കേസ്, ടെസ്റ്റ് സ്യൂട്ട് ആൻഡ് ടെസ്റ്റ് ഹാർനസ്. ടെസ്റ്റ് കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അങ്ങോട്ട് പറയുന്ന സമയത്തും ഈ ടെസ്റ്റ് കേസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വാട്ട് ഈസ് എ ടെസ്റ്റ് കേസ്? ഞാൻ നേരത്തെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. ഒരു ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. ശരിക്കും നമ്മൾ ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ടെസ്റ്റ് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ വാല്യൂസും പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിനെ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ഡാറ്റ, ടെസ്റ്റ് ചെയ്യുന്ന ഡാറ്റ, അതിന്റെ കണ്ടീഷൻസ്, എക്സ്പെക്ടഡ് റിസൾട്ട്, ഇതെല്ലാം അടങ്ങിയ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു ടെസ്റ്റ് കേസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ അഡീഷന്റെ പ്രോഗ്രാം നിങ്ങൾ മനസ്സിൽ കാണാം. അപ്പൊ അതിൽ നമ്മൾ 10, 20 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു നോക്കാം, 10.5, 20.5 കൊടുത്തു നോക്കാം, 0, 20 കൊടുത്തു നോക്കാം. ഇങ്ങനെ പല ടൈപ്പ് വരുമ്പോഴും എന്ത് റിസൾട്ട് ആണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ടൈംസ് ഓരോരോ പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ആ കൊടുക്കുന്ന വാല്യൂസിനെല്ലാം നമ്മൾ അതിന്റെ എന്തെന്ന് പറയാ? ടെസ്റ്റ് കേസ് എന്ന് പറയാം. അപ്പൊ ആദ്യം ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്തു, പിന്നെ അടുത്ത ചെക്ക് ചെയ്യുമ്പോൾ അനദർ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസ് യൂസ് ചെയ്തു, നെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അനദർ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസ് യൂസ് ചെയ്തു. അപ്പൊ ഈ ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിംഗ് നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ നോർമലി ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. For a particular test scenario, in order to verify the complaints against the specific requirement, ഒരു സ്പെസിഫിക് റിക്വയർമെന്റ്സിന് അഗെയിൻസ്റ്റ് ഉള്ള കംപ്ലൈൻറ്റ്സ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ, അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഓർ ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫെക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആലോചിച്ച് കൊടുക്കലല്ല ശരിക്കും. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് വെക്കണം? പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. Okay, test cases acts as the starting point for the test execution. അപ്പോൾ ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്ന സമയത്ത് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? എന്തുപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്? ടെസ്റ്റ് കേസസ്. സോ ഇറ്റ് ആക്ട്സ് as the starting point for the test execution. It is the triplet ISO verb. അതായത് ടെസ്റ്റ് കേസിനെ നമുക്കൊരു 3 ഭാഗങ്ങളായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഡിവൈഡ് ചെയ്യാം. അതിനെ നമ്മൾ ISO എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കി, വാട്ട് ഈസ് ദിസ് ISO? I എന്തായിരിക്കും? S എന്തായിരിക്കും? O എന്തായിരിക്കും? I is the input. നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ എന്തൊക്കെയാണോ അതാണ് നമ്മൾ I എന്ന് റെഫർ ചെയ്യുന്നത്. S എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ട് കൊടുത്താൽ അതിന് ആ പ്രോഗ്രാം എന്ത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത്, ആക്റ്റീവായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഏത് സ്റ്റേറ്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണോ, അപ്പൊ അതിന്റെ ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ S എന്ന ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. O എന്ന് പറഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്, കറക്റ്റ് ഔട്ട്പുട്ട് ആണോ, എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് O എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ആ ഒരു ടെസ്റ്റിംഗ് സക്സസ് ആണ്. അല്ലെങ്കിൽ അവിടെ എന്താണ്? ഡിഫക്ട്സ് ഉണ്ട്, ഫെയിലിയർ ആണ്, എറർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടെസ്റ്റ് കേസസിൽ ഉണ്ടാവുക നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ആ ഇൻപുട്ട് കൊടുത്താൽ നമ്മൾക്ക് കിട്ടേണ്ട സ്റ്റേറ്റ് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കണം. എന്ത് ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത് എന്നുള്ളതും മാർക്ക് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ISO എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഒരു ടെസ്റ്റ് കേസിൽ ഉണ്ടാവുക നമ്മൾ ആ ഒരു സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഭാഗത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്, അതിന്റെ സ്റ്റേറ്റ്, ആ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ആ ഇൻപുട്ട് കൊടുത്തു നോക്കുക, ആ സ്റ്റേറ്റ് ആണ് കിട്ടുന്നത് നോക്കുക, ആ കറക്റ്റ് ഔട്ട്പുട്ട് ആണോ കിട്ടുന്നത് നോക്കുക. ആണെങ്കിൽ അതെന്താണ്? സക്സസ് ആണ്. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പൊ ടെസ്റ്റ് കേസ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കണം. ഒന്നല്ല ഒന്നിലധികം ടെസ്റ്റ് കേസസ്. ഒന്നിലധികം ടെസ്റ്റ് കേസസ് ഉണ്ട് എന്ന് പറയും. ഒന്നിലധികം ടെസ്റ്റ് കേസസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് സ്യൂട്ട് ഈസ് എ കണ്ടെയ്നർ ദാറ്റ് ഹാസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ്. സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് അടങ്ങിയതാണ് ഒരു ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്പ് ടെസ്റ്റേഴ്സ് ഇൻ എക്സിക്യൂട്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ടെസ്റ്റ് എക്സിക്യൂഷൻ സ്റ്റാറ്റസ്. ടെസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്
ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്യൂട്ടാണ് ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അതിൽ ഒന്നുമില്ല, ടെസ്റ്റ് സ്യൂട്ടിൽ ഉണ്ടാവുക ലിസ്റ്റ് ഓഫ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പല ടെസ്റ്റ് കേസ് വെച്ചിട്ട് ഒരു പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യാം, അതിനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയാലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു ഭാഗം ടെസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റ് സ്യൂട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് എനി ഓഫ് 3 സ്റ്റേറ്റ്, നെയിംലി ആക്റ്റീവ്, ഇൻ പ്രോഗ്രസ് ആൻഡ് കംപ്ലീറ്റ്. ഒരു ടെസ്റ്റ് സ്യൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് സ്യൂട്ട് പ്രോഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻ പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ ആ ടെസ്റ്റ് സ്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് നമുക്ക് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റ് സ്യൂട്ടോ ഒന്നിലധികം ടെസ്റ്റ് സ്യൂട്ടോ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഒരു ടെസ്റ്റ് സ്യൂട്ടിൽ തന്നെ ഒന്നിലധികം എന്തുണ്ടാവാം, ടെസ്റ്റ് കേസസ് ഉണ്ടാവാം. ഓക്കെ, ഒന്നിലധികം ടെസ്റ്റ് കേസസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഒന്നിലധികം ടെസ്റ്റ് കേസസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനാണ് നമ്മൾ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെക്കണം. എ ടെസ്റ്റ് കേസ് ക്യാൻ ബി ആഡഡ് ടു മൾട്ടിപ്പിൾ ടെസ്റ്റ് സ്യൂട്ട് ആൻഡ് ടെസ്റ്റ് പ്ലാൻസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതൊരു ടെസ്റ്റ് പ്ലാനാണ്. നമ്മളൊരു സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അപ്പോൾ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. അപ്പൊ അതിൽ നമ്മൾ 3 ടെസ്റ്റ് സ്യൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ടെസ്റ്റ് സ്യൂട്ട് 1, ടെസ്റ്റ് സ്യൂട്ട് 2, ടെസ്റ്റ് സ്യൂട്ട് 3. ഓക്കെ, അപ്പൊ അതിൽ ഓരോ ടെസ്റ്റ് സ്യൂട്ടിലും ഡിഫറെന്റ് ടെസ്റ്റ് കേസസ് ഉണ്ട്. ഈ ടെസ്റ്റ് കേസ് വെച്ച് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാം, ഈ ടെസ്റ്റ് കേസ് വെച്ച് ടെസ്റ്റ് ചെയ്യണം, ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യണം, ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ n നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം സക്സസ്ഫുൾ ആണെങ്കിലാണ് ആ ഒരു ഭാഗം എന്താന്ന് പറയുന്നത്, കറക്റ്റ് ആണെന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും എറർ വരുമ്പോൾ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യും വേണം. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് സ്യൂട്ട് ഉപയോഗിച്ചിട്ട് ഈ ടെസ്റ്റ് കേസ് 1 തന്നെ രണ്ടാമത്തെ ടെസ്റ്റ് സ്യൂട്ടിലും വരാം. മൂന്നാമത്തെ ടെസ്റ്റ് സ്യൂട്ട് ഉപയോഗിച്ചിട്ടും അതിനെന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ ടെസ്റ്റിങ്ങിന് മുമ്പേ ടെസ്റ്റ് പ്ലാനിങ് നടത്തണം. ടെസ്റ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്യൂട്ട് ഏതൊക്കെയാണ്, ഓരോ ടെസ്റ്റ് സ്യൂട്ടിലും വരുന്ന ടെസ്റ്റ് കേസസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ആദ്യമേ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് ടെസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് ഈ ഓരോ ടെസ്റ്റ് സ്യൂട്ട് വെച്ചിട്ടും അതിലുള്ള ഓരോ ടെസ്റ്റ് കേസ് വെച്ചിട്ടും അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് സക്സസ് ആണ്, അല്ലെങ്കിൽ ആ ഫെയിലിയർ ഒക്കെ എവിടേക്കാണ് ഡിഫെക്ട്സ് എന്നുള്ളത് കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഡെവലപ്മെന്റ് ടീം പിന്നെ അത് വീണ്ടും കറക്റ്റ് ചെയ്യും, വീണ്ടും ഇതേപോലെ ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് ഈ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ദാറ്റ് ഈസ് നോൺ ആസ് ടെസ്റ്റ് സ്യൂട്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വരും. പിന്നെ അതുപോലെ ടേം ഉള്ളത് ടെസ്റ്റ് ഹാർനസ് ആണ്. ടെസ്റ്റ് ഹാർനസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ വേരിയബിൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, ഒരു പ്രോഗ്രാമിനകത്ത് വേറൊരു പ്രോഗ്രാമിലെ കണ്ടന്റ്സ് ഉണ്ടാവുന്ന സമയത്ത്, അതിന്റെ റെഫറൻസ് ഉണ്ടാവുന്ന സമയത്ത് അതിനുള്ള ഡ്രൈവർ ആൻഡ് സ്റ്റെപ്പ് പ്രോഗ്രാംസ് എന്ന് പറയും. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിക്കേണ്ടി വരും. അതെല്ലാം യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റ് ഹാർനസ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ആണ്. ഫ്രെയിംവർക്ക് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ഡെവലപ്പേഴ്സ്. ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ടെസ്റ്റിനെയാണ് നമ്മൾ ടെസ്റ്റ് ഹാർനസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഹാർനസ് പ്രൊവൈഡ് സ്റ്റെപ്സ് ആൻഡ് ഡ്രൈവേഴ്സ്. ഇത് ഇറ്റ്സെൽഫ് പ്രോഗ്രാം ആണ്, ടെസ്റ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആണ്. വിച്ച് വിൽ ബി യൂസ് ടു റിപ്ലിക്കേറ്റ് ദ മിസ്സിംഗ് ഐറ്റംസ്. അപ്പൊ അതിൽ കുറച്ച് മിസ്സിംഗ് ഐറ്റംസ് ഉണ്ടാവും പ്രോഗ്രാംസിൽ. വേറെയുള്ള റെഫറൻസുകളൊന്നും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ടെസ്റ്റ് ഹാർനസ് എന്ന് പറയുന്നത്. വിച്ച് ആർ സ്മോൾ പ്രോഗ്രാംസ് ദാറ്റ് ഇന്ററാക്ട് വിത്ത് സോഫ്റ്റ്വെയർ അണ്ടർ ടെസ്റ്റ്. ടെസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആൻഡ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് കൺസെപ്റ്റിനെയാണ് ടെസ്റ്റ് ഹാർനസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് ടെസ്റ്റിംഗിന്റെ ബേസിക് കൺസെപ്റ്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്താണ് ഫോൾട്ട്, എന്താണ് എറർ, എന്താണ് ഫെയിലിയർ, എന്താണ് ടെസ്റ്റ് കേസ്, എന്താണ് ടെസ്റ്റ് സ്യൂട്ട്, എന്താണ് ടെസ്റ്റ് ഹാർനസ് ആൻഡ് വാട്ട് ഈസ് ടെസ്റ്റിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ടെസ്റ്റിംഗ് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ടെസ്റ്റിംഗിൽ നമ്മളുടെ സോഫ്റ്റ്വെയർ എല്ലാ റിക്വയർമെന്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.